ഹലോ അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയല്ലേ? നമ്മളും റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പെരിയിലാണ് കേട്ടോ. ഇന്നലെ ഇപ്പോൾ ഈ പടവലങ്ങിയും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നില്ലേ, തക്കാളിയും പടവലങ്ങിയൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്, പറിച്ചുമ്പം അതിലും വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയും കാണിച്ചു തന്നു, ഇന്നും കാണിച്ചു തന്നു. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്നും ഇപ്പോൾ ഈ പടവലങ്ങി കൈപ്പങ്ങിയും തക്കാളിയൊക്കെ കാണേണ്ടി വരുമോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ കാണുമ്പോൾ രസമല്ല മക്കളെ, അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരില്ലെന്ന് ഇപ്പോൾ അതൊക്കെ പറിച്ചിട്ട് നമ്മൾ ചാറും വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ കൈപ്പങ്ങിയൊന്നും ആയിട്ടില്ല, പടവലങ്ങ അയക്കണ. പിന്നെ പയറുണ്ട്, തക്കാളി പിന്നെ മൂത്തിട്ടില്ലല്ലോ, അതിപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഞാനിതാക്കണേ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പറിച്ചിന വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കാം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്നാൽ മതി, കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഇഷ്ടമായിക്കണമെന്നോ ഇല്ലെങ്കിൽ ഇല്ലയെന്നൊക്കെ പറയാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമല്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാമറാമാന് നമ്മളെ നാത്തൂനാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പടവലങ്ങ ഇങ്ങനെ പറിച്ചുമ്പോൾ ആയോ എന്താ ക്യാമറ ഓൺ ആയിക്കണോ എന്തായിക്കണമെന്ന് ഇങ്ങനെ ചോദിച്ചാണുള്ളൂ കേട്ടോ. അപ്പോൾ ഓള് ക്യാമറ ഒക്കെ എപ്പോഴോ ഓണാക്കി കണ്ടു, ഓള് സെറ്റാക്കി നിൽക്കണം. ഇതിപ്പോൾ ഞമ്മക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കണോ പറഞ്ഞാണ്ട് ഇങ്ങനെ ഓളോട് ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞു ആ കഴിക്കണാത്ത കാരണം. അപ്പോൾ അതിനിങ്ങനെ ചിരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താ ഇത് ഇങ്ങനെ പറിച്ചുമ്പോൾ മക്കളെ എന്തോ ഒരു സന്തോഷമാണെന്നല്ലേ. നമ്മളെ കജ്ജോണ്ട് കുഴിച്ചിട്ടുണ്ടാക്കി അത് പറിച്ചുമ്പോൾ ഇത് നമ്മളെ കജ്ജോണ്ട് കുഴിച്ചിട്ടുണ്ടാക്കിയല്ല, നമ്മളെ ഇപ്പോൾ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളെ ഇപ്പോൾ കുഴിച്ചിട്ടുണ്ടാക്കിയാലും നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയാലും ഒക്കെ ഒരേപോലെ തന്നെ അല്ലേ. അപ്പോൾ ഇഞ്ചപ്പം പറയും, ഇഞ്ച കുട്ടിക്ക് വന്നുമ്പോൾ എൻ്റെ കുട്ടിക്ക് വീഡിയോ എടുക്കാനാണ് എന്നൊക്കെ പറയട്ടെ. അതുകൊണ്ട് ഇപ്പോൾ പറിച്ചാതെയൊക്കെ നിൽക്കൽ. അപ്പോൾ ഞാനിതാക്കണം, ഇത് നമ്മളെ തമ്മിൽ കൊടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഓളോട് പറയാം. 2 എണ്ണം പറിച്ചിക്കണം. അപ്പോൾ കുറേ പറിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്ക്, തമ്മിൽ വെക്കാനാണ്. അപ്പോൾ ഞാൻ പറിച്ചൊരു സാധനം അവിടെ അങ്ങനെ വെച്ചിക്കാണ്ട് തമ്മിൽ വെക്കാൻ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാണ് കേട്ടോ. അതാണ്. അപ്പോൾ അതൊക്കെ 2 എണ്ണം പറിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല സന്തോഷമല്ലേ. അപ്പോൾ അതിങ്ങനെ പറിച്ച് പോന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് പയറുണ്ടല്ലോ, പയറും വൈതലങ്ങയും അതുകൊണ്ട് അതും കൂടി ഒന്ന് പറിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളോടെ തന്നെ കൂട്ടാനുണ്ടാക്കാൻ, ചാറുണ്ടാക്കാനും ഉപ്പേരി വെക്കാനും ഇല്ല സാധനമൊക്കെ നമ്മളോടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ പയറുണ്ട്, വൈതലങ്ങ ഉണ്ട്, കോയക്കുണ്ട്, പിന്നെ തക്കാളി ഉണ്ട്, പടവലങ്ങ ഉണ്ട്, കൈപ്പങ്ങ ഉണ്ട്. അപ്പം നമ്മളെ പെരിയിൽ നമുക്കൊരു ഉപ്പേരി വെക്കാനും ഒരു ചാറക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളെ പെരിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പടവലങ്ങയും പരിപ്പൂട്ട് ചാറും വെക്കാം, ഈ പയറുപ്പേരിയും വെക്കാമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഡിഷൊന്നും കലരാത്ത നല്ല അടിപൊളിയായിട്ടില്ല നമ്മളെ നാടൻ പച്ചക്കറി നമ്മളെ പെരിയിലുണ്ടാക്കിയത്, നമ്മളെ ഇപ്പം കുഴിച്ചിട്ടുണ്ടാക്കിയ നമ്മളെ പച്ചക്കറി. ഇതിങ്ങനെ പറിച്ചുമ്പം എന്തൊരു സന്തോഷമാണെന്നറിയാം. അതേമാതിരി തന്നെ അത് വെച്ചുണ്ടാക്കുമ്പോഴും നല്ലൊരു ഇതാണല്ലേ. അപ്പോൾ അതാക്കണേ ഞങ്ങൾ എല്ലാവരും പാടെ കൂടി പറിച്ചാണ് കേട്ടോ. ഞാനുണ്ട്, ആത്തുണ്ട്, മിന്നുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് പറിച്ചുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരും പാടെ കൂടി കണ്ടാണ് പറിച്ചത് കേട്ടോ. അതാക്കണ പയറൊക്കെ നമ്മൾ വരുവോളത്തിന് കാത്തുന്ന മാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇതിനെ മുന്നിൽ പറിച്ചിക്കണ് കൂട്ടാൻ വെച്ചൊക്കെ ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോഴും കുറച്ചൊക്കെ ഉണ്ടേനി. അപ്പോൾ ഞമ്മക്കും ഈ പയർ ഏകിക്കണ് തിന്നാനേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, അതങ്ങനെ പറിച്ച് നമ്മളിഞ്ഞ് വൈതലങ്ങ പറിച്ച് എടുക്കാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് എന്താട്ടാ വൈതലങ്ങ കുറച്ചുള്ളൂ കേട്ടോ. അപ്പം മരമൊക്കെ ഇതായിക്കണേ, എന്നാലും അതിന്മേൽ കായ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അത് കായൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. മുറിച്ചെടുത്തുകൊണ്ട് പിന്നെ തേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും. അതാണ് ഈ വൈതലങ്ങ കൊണ്ടുള്ള കുണം. അങ്ങനെ ഒരു കുണമുണ്ട് കേട്ടോ വൈതലങ്ങ കൊണ്ട്. നമ്മളിഞ്ഞ് ഇതൊക്കെ പൂവിട്ട് കായിട്ട് കഴിഞ്ഞാൽ അടിക്കട് വെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെയും തേർത്തുണ്ടാക്കിയ അതിമന്ന് കായ ഉണ്ടാവും കേട്ടോ. നനച്ച് കൊടുക്കണം, നനച്ചിക്കാണ്ട് തേക്കണം എന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇതാക്കണേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാക്കണേ ഇവിടെ ഇപ്പോൾ കുഴിച്ചിട്ടിങ്ങനെ കേട്ടോ. പയർ പുതുതായി ആയിട്ട് ഉണ്ടാകാൻ വേണ്ടി കുഴിച്ചിട്ടിങ്ങനെ. അപ്പോൾ അതിന് നോമ്പുങ്ങൾക്കൊക്കെ ആവും ഇക്കാരൊന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് അപ്പോഴും വന്ന് പറിച്ചാലേ. അപ്പം നിങ്ങൾ വിചാരിച്ചു ഇജ്ജത് ഇങ്ങനെ പറിച്ചാനായിട്ട് ഇവിടെ വന്ന് കൂടിക്കോന്ന്. അതൊന്നല്ല കേട്ടോ. അതൊക്കെ രസമല്ല മക്കളെ. അപ്പോൾ ഇതാക്കണേ ഒരു വൈതലങ്ങ നല്ല മൂത്ത് ഇതായിക്കണം കേട്ടോ. അത് വിത്തിനെടുത്ത് വെച്ചാൽ തോന്നുന്നുണ്ട് നമ്മളപ്പം. അങ്ങനെ നമ്മൾ വൈതലങ്ങയൊക്കെ പറിച്ച്
അപ്പോൾ 2-3 ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ വഴുതനങ്ങയും പറിച്ച് പയർ പറിച്ച് നമ്മൾ പടവലങ്ങ പറിച്ച് ഇന്നിപ്പോൾ ഒരു കൂട്ടാനായില്ലേ. അപ്പോൾ അവനാൻ്റെ പെരിയിൽ സാധനങ്ങളൊക്കെ ഉണ്ടിച്ചെങ്കിൽ പീടിയിൽ നിന്നൊന്നും കായ് കൊടുത്തുകാണ്ട് സാധനം വാങ്ങണ്ട, പിന്നെ കുറച്ച് മെനക്കെടണം എന്നുള്ളൂ. കുഴിച്ചിട്ട് ഉണ്ടാക്കി നനച്ച് ഉണ്ടാക്കണം. കുറച്ച് മെനക്കെട്ടാലും എന്താ മക്കളെ, വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് തിന്നാലോ. അപ്പം അങ്ങനെ പച്ചക്കറിയൊക്കെ കൊണ്ട് ഇതാക്കണം. നമ്മൾ ഔത്തേക്ക് കയറുന്നുണ്ട്. അപ്പം നല്ല സന്തോഷമുണ്ടല്ലോ എൻ്റെ മുഖത്ത്. അപ്പോൾ ഇതാക്കണം, ചോറൊക്കെ വെച്ച് ഊറ്റിക്കണം കേട്ടോ. 2 ചെമ്പട്ടി ചോറുണ്ട്. അപ്പം എത്തിനപ്പോൾ 2 ചെമ്പട്ടി നിങ്ങൾ വിചാരിച്ചില്ലേ. അപ്പോൾ ഇഞ്ച 3 എണ്ണവും പിന്നെ ഹൻസത്തിൻ്റെ 4 എണ്ണവും ഒക്കെ പാടുണ്ടാവില്ല. എല്ലാവരും പാടെ കൂടുമ്പോൾ ഒരു ബദർപാട് തന്നെയാണ് കേട്ടോ. അപ്പം അമ്മ 2 ചെമ്പട്ടി ചോറ് വെച്ചിക്കണേ. ഇനിയിപ്പോൾ ഉച്ചക്ക് വെച്ചുകാണ്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കൊടുക്കാമല്ലോ. അപ്പോൾ തികയാതൊക്കെ ഉണ്ട. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നു കൂടിക്കണം കേട്ടോ. ഓൾ ഇന്നാണ് വരുന്നത്. അപ്പോൾ ഏട്ടത്തിയാളും അനുസത്തിയാളും ഒപ്പം കൂടുമ്പോൾ രസമാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ വരുമ്പോൾ. നമ്മളാദ്യം പോരാൻ തീരുമാനിച്ചിക്കണേ. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു, ഇഞ്ച് പോരനടി. അപ്പോൾ ഓളറി ആയിക്കോട്ടെ എന്നാൽ ഞാൻ മദ്രസ ഇട്ട് വരാൻ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വന്നു കൂടിക്കണം കേട്ടോ. ഓള് ശനിയാഴ്ചയും വന്നേ. അപ്പോൾ അതാക്കണേ, നമ്മളെ നാത്തൂന്താത്ത കത്തിയോട് ഇങ്ങനെ മുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കത്തിയോട് മുറിച്ച, ഞാൻ കഞ്ചോട് മുറിച്ചാറിങ്ങാണ്ട് ഞങ്ങൾ രണ്ടാളും അങ്ങനെ പയറൊക്കെ പൊട്ടിച്ച് പിന്നെ പടവലങ്ങ ചാറക്കാനും വേണ്ടി അതിൻ്റെ തോലൊക്കെ ഒന്ന് വരണ്ടി കളയാണ് കേട്ടോ. അപ്പോൾ പടവലങ്ങയും പരിപ്പും രസമാണ് കേട്ടോ. ചാറച്ചാൽ പടവലങ്ങ ഒറ്റക്ക് വെക്കണേലേറെ രസം നമ്മളെ ഇങ്ങനെ വെക്കണതാണ്. അപ്പോൾ ഇതാക്കണേ, നമ്മൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണ്ട. അപ്പോൾ ഞാനിതിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്ത്. അപ്പോൾ ഇങ്ങോട്ട് നമ്മളെ നാത്തൂന് പറയാം, നിങ്ങളിങ്ങനെയാണ് താത്ത അരി വെച്ച്. ഞാൻ എങ്ങനെയാണ് രജ്ജ എങ്ങനെയാണ് അരിയൽ വെച്ച്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെറുതാക്കി. അപ്പോൾ ജോലി നടക്ക് കീറിയിട്ട് അങ്ങനെ ചെറുതാക്കി അരിയല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അരിയണ മാതിരി നമ്മളറിഞ്ഞ് നമ്മളെ മുസാഫിലെ നമുക്ക് ഓതാൻ പറ്റുള്ളൂ പറഞ്ഞ മാതിരി പറ്റുള്ളൂ എന്നല്ല നമുക്ക് ഓതാൻ കിട്ടുള്ളൂ. അവനാൻ്റെ മുസാഫിലെ അവനാൻ ഓതാൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അരിയണ മാതിരിയല്ല നമുക്ക് കേൾക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ അരിഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ അതൊക്കെ അങ്ങനെ ആയാലും വെന്ത് കഴിഞ്ഞാൽ അത് കാണുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ആളെ അരിയൽ കാരണം പോക്കൊരു ഗതിയുടെ കണ്ടപ്പോൾ വലിയതായിട്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ കേകി പരിപ്പും തക്കാളിയും പടവരങ്ങയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ട് നമുക്ക് തീമാക്കാം. പയർ ഇതാക്കണേ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഞാൻ. അപ്പോൾ അത് വെന്ത് നമ്മളെ നാത്തുന്താത്തി തന്നെ വെച്ച് ഉള്ളിയൊക്കെ തൂമിച്ച് അതിൽ ഇട്ടുകൊടുത്ത് വേവിച്ചിക്കണം. അപ്പോൾ പിന്നെ ചാറ് നമ്മൾ അടുപ്പത്ത് കേൾക്കട്ടെ കേട്ടോ. പിന്നെ ഇനി എന്താ പണി വെച്ചാൽ ചാറൊക്കെ ആയി കഴിഞ്ഞാൽ അടുപ്പും വേദനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് ഇതാക്കണം കേട്ടോ. അപ്പോൾ ചാറ് വേകട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഗ്യാസൊക്കെ ഒന്നുകൂടി ഒന്ന് വരച്ച് മുറിക്കുക. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മളിങ്ങനെ വോയിസ് കൊടുത്തപ്പോഴാണ് ബാങ്ക് കൊടുത്തത്. അപ്പോൾ കുറച്ച് നേരം നിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വരച്ച് മോറിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അതിമ്മ പിന്നെയാവും. പിന്നെയും നമ്മൾ മോറേണ്ടി. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആണ്ട് തേച്ച് മോറിയാൽ മതിയല്ലോ. പിന്നെ ഇന്ന് നമ്മളെന്താട്ടി മുട്ടയാണ് കേട്ടോ പൊരിച്ചണത്. അപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടില്ല. ഇനി നമുക്ക് വൈകുന്നേരം മീനൊക്കെ ഉണ്ടാക്കാം. ഇന്നലെ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ടയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് കോഴിക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് മുട്ടയൊക്കെ നമ്മളോടെ തന്നെ ഉണ്ട്, നാടൻ മുട്ടയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ആ മുട്ട ഇട്ടൊന്ന് പൊരിച്ചത്. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാം. കുറച്ച് വെളിച്ചെണ്ണയും പാർന്ന് കൊടുത്തേക്കണേ. ഇനി നമുക്ക് എന്താ കുറച്ചിച്ച പാർന്ന് കാണ്ട് ഒരു 3-4 എണ്ണം പൊരിച്ച് എടുക്കാം. കാരണം കുറേ ഉണ്ടല്ലോ, എല്ലാവർക്കും ഒപ്പിച്ചെടുക്കണമല്ലോ മുട്ട കണ്ടം ഓരോ പൊട്ടാണെങ്കിലും. അങ്ങനെ നമ്മളേതായാലും അങ്ങനെ ഇതാക്കണേ. മുട്ടയൊക്കെ പാർന്ന് ഒരു ചട്ടി നിറച്ചു വയ്ക്കണം കേട്ടോ. ഇനി ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം എല്ലായിടത്തൊന്ന് പരത്തി കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം നമ്മളെ മുട്ട. അപ്പോൾ എന്നുണ്ടല്ലോ അപ്പോൾ ഈ മീനും ഇറച്ചി തിന്നണം. അപ്പം ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ അല്ലേ. പിന്നെ എന്താ പിന്നെ പന്നിയാളെ നമ്മളെ പയറുപ്പേരി ഉണ്ട്, നമ്മളെ പടവലങ്ങിയൊക്കെ ചാറുണ്ട്, പടവലങ്ങിയും പരിപ്പും ചാറുണ്ട്, പിന്നെ അച്ചാറുണ്ട്. പിന്നെ ഇപ്പം എന്താ വേണ്ടിയതില്ലേ. അപ്പം അങ്ങനെ മുട്ട പൊരിച്ച് മറിച്ചിട്ട് കൊടുത്തേക്കണം. നല്ല ചൊറുക്കിലേ കാണാൻ. അപ്പം ഞാൻ ഏതായാലും അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പൊരിച്ച് ഇനി ബാക്കിയുള്ളതും നമുക്കതുപോലെ തന്നെ ഓരോന്നോരോന്നാക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ മുട്ടയായി. ബാക്കിയുള്ളത് കൂടി പൊരിച്ചണം. പിന്നെ ഇതാ കുറച്ച് മീനുണ്ടായിന് കേട്ടോ ഇന്നലത്തെ, അതും പാടെ നമ്മളൊന്ന് ചൂടാക്കി എടുത്തേക്കണേ. പിന്നെ അതാക്കണേ 1, 2, 3, 4 എണ്ണം 4 മുട്ട പൊരിച്ചിക്കണേ.
ഇനി അത് അങ്ങോട്ട് കീറിയെടുക്കണം, എല്ലാവർക്കും ഒപ്പിച്ചെടുക്കണ്ടേ. പിന്നെ ചാറ് നമ്മൾ തൂമിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ.